യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ക്ഷീണമുണ്ടോ? ട്യൂബ് പ്രഗ്നൻസിയാണ്. യൂട്രസും വീക്കാണ്. ഉടനെ സർജറി ചെയ്യണം. ഡോക്ടർ, അപ്പന്റെ കുഞ്ഞ്. നമുക്ക് വേറെ വഴിയില്ല. എത്രയും പെട്ടെന്ന് സർജറി ചെയ്തേ പറ്റൂ. ഇല്ല ഡോക്ടർ, ഞാനത് സമ്മതിക്കില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഞാൻ ഇത്ര വേദന സഹിക്കാനും തയ്യാറാ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ഡോക്ടർ. ഇത് വേദന സഹിക്കുന്നതിന്റെ പ്രശ്നമല്ല, അനുവിന്റെ ജീവന്റെ കാര്യമാണ്. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എത്ര റിസ്ക് ആയാലും കുഴപ്പമില്ല ഡോക്ടർ. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം ഡോക്ടർ. ഒരു മിനിറ്റ്, ഞാനൊന്ന് സത്യനോട് സംസാരിക്കട്ടെ. മോളെ, എന്റെ കുഞ്ഞ്. കരയല്ലേ മോളെ, കരയല്ലേ മോളെ, കരയാതെ കരയല്ലേ മോളെ. എന്താ ഡോക്ടർ? സിറ്റുവേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എത്രയും പെട്ടെന്ന് സർജറി നടത്തിയില്ലെങ്കിൽ അനുവിന്റെ ജീവൻ അപകടത്തിലാവും. ചേച്ചിയും ചേട്ടനും ഈ കുഞ്ഞിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തതാ. പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം കേട്ടപ്പോ അനുവടുത്തിക്കത് സഹിക്കാൻ പറ്റാത്തോണ്ടാ. പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് പേഷ്യന്റ് ജീവൻ രക്ഷിക്കാനല്ലേ ഞാനാദ്യം ശ്രമിക്കേണ്ടത്. സർജറി നടത്തി ട്യൂബ് പ്രഗ്നൻസി ഒഴിവാക്കുന്നതിനോടൊപ്പം യൂട്രസ് റിമൂവ് ചെയ്യാതെ വേറെ വഴിയില്ല. ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസക്കുറവുണ്ടെങ്കിൽ വേറെ ഡോക്ടേഴ്സിനെ കണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തോളൂ. വിശ്വാസക്കുറവൊന്നും ഇല്ല ഡോക്ടർ. ഞാനിത് എങ്ങനെ ഇന്ദിരേട്ടനോട് പറയുന്നുള്ള ടെൻഷനില്ല. എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. എത്രയും പെട്ടെന്ന് സർജറി നടത്തുന്നു അത്രയും നല്ലത്. ഒട്ടും താമസിക്കാതെ വിവരം അറിയിക്കണം. ശരി ഡോക്ടർ, സർജറിക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. ഇന്ദിരേട്ടനെ ഞാൻ വിവരം അറിയിച്ചോളാം. ശരി. ഇതുപോലെ എപ്പോഴും അമ്മയോടൊപ്പം കഴിയണമെന്ന് എൻ്റെ ആഗ്രഹം. അമ്മ അടുത്തുള്ളപ്പോൾ ഒരു ധൈര്യമാണ്. അമ്മ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം എനിക്ക് എൻ്റെ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ടതുപോലെ തോന്നുക. അതൊക്കെ നിന്റെ തോന്നല് മാത്രം എന്തിനാ. അവിടെ ചെന്ന് ഭാര്യയുടെയും കുഞ്ഞിന്റെ ഒപ്പം ചേരുമ്പോ അവരാവും നിന്റെ ഊർജം. അതിലൊന്നും ഞാൻ തെറ്റു പറയില്ല. നീ അവരോടൊപ്പം തന്നെ ജീവിച്ചോ. പക്ഷെ ഇടയ്ക്ക് ഇതുപോലെ അമ്മയെ ഓർമ്മ വരുമ്പോ ഇങ്ങോട്ട് വന്ന് 2 ദിവസം എന്റെ കൂടെ കഴിഞ്ഞാ മതി. സത്യനാണല്ലോ. എപ്പോഴാ വരുന്നതെന്ന് ചോദിക്കാനാവും. ഫോൺ എടുക്കണ്ട. അത്യാവശ്യമാണെങ്കിൽ അവൻ ഒന്നുകൂടെ വിളിക്കട്ടെ. അതെന്തിനാ ഇന്ദിര? നീ ഫോൺ എടുത്തതിന്റെ കാര്യം പറ. നിനക്ക് 2 ദിവസം അമ്മയോടെ നിക്കണമെന്നുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞാലെന്താ? ആ സത്യ. ഏട്ടാ, ഏട്ടത്തി ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഏട്ടനൊന്ന് പെട്ടെന്ന് വരണം. എന്താടാ പ്രശ്നം? ഞാൻ വരുമ്പോ അനുവിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്? ഏട്ടാ, പെട്ടെന്ന് പെയിൻ വന്നിട്ട് കൊണ്ടുവന്നതാ. ചിലപ്പോ ഒരു സർജറി വേണ്ടി വരും. ഏട്ടൻ എന്തായാലും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാം. ബാക്കി വന്നിട്ട് പറയാം. എടാ, നീ കാര്യം പറ. ഈ സർജറി എന്നൊക്കെ പറഞ്ഞ എടാ എന്റെ കുഞ്ഞ്. എടാ എന്ത് സർജറിയാ സത്യ? നീ ഒന്ന് തെളിച്ചു പറ.
എടാ എനിക്ക് കേട്ടിട്ട് പേടിയാവുക. ഏട്ടാ പേടിച്ചിട്ട് എന്താ ഏട്ടാ? ഒരു അപകടം വരുമ്പോൾ അത് നേരിട്ടല്ലേ പറ്റൂ. ഏട്ടാ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഏട്ടാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. ഞാൻ ഫോൺ വെക്കാം. ഹലോ ഹലോ. എന്താ ഇന്ദ്ര, അനുപമയ്ക്ക് എന്താ പറ്റിയത്? പെയിൻ വന്നതാണെന്നാ പറഞ്ഞ. ഉടനെ ഒരു സർജറി വേണ്ടി വരുമെന്ന്. രണ്ടുപേരും ഇപ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം വേണമെങ്കിൽ അധർമ്മമൂർത്തികളെ പ്രീതിപ്പെടുത്തണം. എന്തു വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി കർമ്മങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം. പക്ഷേ ഈ 10 ദിവസവും മൂർത്തിയെ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. അത് കഴിയുന്നതോടെ നിങ്ങൾ വിചാരിക്കാത്ത നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തിയിരിക്കും. അമ്മേ ഞാൻ ഇറങ്ങുവാ. എനിക്ക് ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം. അല്ല, ഞാനും വരാം ഇന്ദ്ര. ശാരദയെ വിളിച്ചു വരുത്തി മോളെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവാം. അതിനൊക്കെ കുറെ സമയം എടുക്കും അമ്മേ. എനിക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോണം. അമ്മ ഇപ്പോ റിസ്ക് എടുത്തൊന്നും വരണ്ട, ഞാൻ വിളിച്ചോളാം. അല്ല ഇന്ദ്ര, അവിടെ നമ്മുടെ സത്യനും ഭാനും അമ്മയൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പോവാ. അച്ഛൻ എന്താ ആലോചിക്കുന്നേ? ഏയ്, നമ്മുടെ വിനയന്റെ കാര്യം ഓർക്കുമ്പോ ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ മോളെ. അച്ഛൻ എന്തിനാ അവന്റെ കാര്യം ഓർത്ത് മനസ്സ് പുണ്ണാക്കുന്നേ? അവന്റെ പാട്ടിന് വിട്ടേക്കച്ചാ. ചീരവും കുഞ്ഞുങ്ങളും ഇപ്പൊ നമ്മുടെ അടുത്തല്ലേ, അതുപോരെ? അങ്ങനെ ചിന്തിച്ച് ആശ്വസിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനും അവൻ സമ്മതിക്കുന്നില്ലല്ലോ. അവനിനി എന്ത് ചെയ്യാനാച്ചാ? ഇങ്ങോട്ട് വന്ന രഘുവേട്ട നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടില്ലേ? അത് വിനയനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടെന്താ ഇന്നവൻ ചെയ്തത് എന്താണെന്നറിയാമോ? എന്താച്ചാ? ഞാൻ അമ്പലത്തിൽ ആ കമ്മിറ്റിക്കാരായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അവിടെ വന്ന് എല്ലാവരെയും കയ്യിലെടുക്കും വിധം അവനൊരു അഭിനയം കാഴ്ചവെച്ചു. ചീരുവില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരച്ചിലും കാലുപിടുത്തം ഒക്കെ ആയിരുന്നു. മനുഷ്യനെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാക്കി കളഞ്ഞു അവൻ. ഈ വിനയൻ എന്താ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണല്ലോ. എടീ, ഭ്രാന്തന്മാരങ്ങനെയാ. ഒരിക്കലും പറഞ്ഞതും ചെയ്തതൊന്നും അല്ല അവര് പിന്നെ കാണിക്കുന്നത്. അവനെ ആ ഗണത്തിലേക്കേ പെടുത്താൻ പറ്റൂ. ഇതൊക്കെ കാണിച്ച് ചീരുവിനെ എങ്ങനെയെങ്കിലും ആ ബന്ധത്തിൽ നിന്നൊന്ന് ഒഴിവാക്കിയെടുക്കാൻ നോക്കച്ചാ. അതാ എല്ലാവർക്കും നല്ലത്. അതെ അച്ഛാ, ചീരു ചേച്ചി വിനയനെ സഹിച്ച് മടുത്തിരിക്കുക. അങ്ങനെ ഒരാളുടെ കൂടെ ഇനി എങ്ങനെ ജീവിക്കുക? വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞാ അതൊക്കെ ഒരു വഴിയും ഇല്ലാതാവുമ്പോ ചിന്തിക്കുന്ന കാര്യങ്ങളാ മോളെ. 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അറിഞ്ഞുകൊണ്ട് അതുങ്ങൾക്ക് അച്ഛനില്ലാണ്ടാക്കാൻ പറ്റൂ? അത് മാത്രമല്ല, വിനയൻ ഈ അവസ്ഥയിൽ കഴിയുമ്പോ ചീരു അവനെ ഉപേക്ഷിച്ചാൽ ആളുകൾ എന്തു പറയും? കോടതി പോലും ചിലപ്പോ വിവാഹമോചനം അനുവദിച്ചെന്ന് വരില്ല. അമ്മാ, അമ്പിളി, നിങ്ങൾ പെട്ടെന്ന് റെഡിയാവ്. നമുക്ക് ഹോസ്പിറ്റലിലൊന്ന് പോകണം. ഹോസ്പിറ്റലിലോ? എന്താ രഘു, ആരാ ഹോസ്പിറ്റലില്? പേടിക്കാനൊന്നുമില്ല. അനുപമയ്ക്ക് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇന്ദ്രനവന്റെ അമ്മയൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എത്രയും വേഗം ഹോസ്പിറ്റലിലോട്ട് ചെല്ലാൻ സത്യൻ എന്നെ വിളിച്ച് പറഞ്ഞേ.